എൻ്റെ സുഹൃത്തുക്കളായ ഷുക്കൂർ വരിക്കോടനും അബ്ദുല്ല ബാസിലും അൺമാസ്കിംഗ് അനോമലീസ് എന്ന ചാനലിൽ യുക്തിവാദികളെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. ഞാനിത് ശ്രദ്ധാപൂർവം കേട്ടു. അതിൽ ബാസിൽ അബ്ദുല്ല ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ജബ്ബാർ മാഷിൻ്റെയും മറ്റ് എക്സ് മുസ്ലിംസിൻ്റെയും പ്രചരണം കൊണ്ട് ഇസ്ലാം വളരുക എന്നാണ്, വളർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ്. നിങ്ങൾ എത്ര ആഞ്ഞടിച്ചാലും ഈ മതം ശക്തിയുക്തം വളരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ അവകാശവാദത്തിൻ്റെ അദ്ദേഹവും ഷുക്കൂർ വരിക്കോടനും പറയുന്ന കള്ളത്തരങ്ങളുടെ നിജസ്ഥിതി ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇസ്ലാം വളരുകയാണോ? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. അത് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്. ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇസ്ലാം. അതല്ലേ ബാസിൽ പറഞ്ഞത്. പക്ഷേ ബാസിൽ ഉദ്ദേശിച്ചതും ഈ യാഥാർത്ഥ്യവും തമ്മിൽ ബഹുദൂരം വ്യത്യാസം. എന്തായത്? ബാസിൽ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തെ, മതത്തെ, പ്രബോധനങ്ങളെ ആകർഷകത്വമായി കണ്ടുകൊണ്ട് മറ്റു മതത്തിൽ നിന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നാണ്. യാഥാർത്ഥ്യം അതേ അല്ല. ഇസ്ലാം വളരുന്നു. എങ്ങനെ? മൂന്നാം ലോക രാജ്യങ്ങളിലെ ഇസ്ലാമിസ്റ്റുകളുടെ, മുസ്ലിങ്ങളുടെ പെറ്റുപേരുകളാണ് ആ മതം വളരാനുള്ള കാരണം. ഈ വികസിതമായ ഒരു സാംസ്കാരിക മണ്ഡല കാലഘട്ടത്തിൽ മതങ്ങളുടെ വളർച്ച മറ്റു മതങ്ങളിൽ നിന്ന് ഈ മതത്തിലേക്ക് ആള് വന്നുകൊണ്ടല്ല സംഭവിക്കുന്നത്. പകരം അനിയന്ത്രിതമായ പെറ്റുപെരുകൾ, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിലെ ആളുകൾ, അതുകൊണ്ടാണ് ഈ മതം വളരുന്നത്. വികസിത രാജ്യങ്ങളിൽ ഇത് വളരെ തുച്ഛമാണ്. അതുകൊണ്ട് മറ്റു മതങ്ങളിലെ ആളുകൾ ഖുർആനെ വായിച്ച് അതിൻ്റെ ആകർഷകത്വം മനസ്സിലാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ അവരെ ആകർഷിക്കുന്ന ഖുർആനിലെ പോയിന്റുകൾ എന്തൊക്കെയാണ്? അത് ബാസിലും ഷുക്കൂർ വരിക്കോടനും സംസാരിക്കാൻ തയ്യാറാവണം. അവരെ ഞാൻ ഇതിലൂടെ ഒരു സംസാരത്തിന് ക്ഷണിക്കുകയാണ്. ഒരു യൂട്യൂബ് സംവാദത്തിന് ഞാൻ അവരെ ഇതിലൂടെ ക്ഷണിക്കുകയാണ്. ഇസ്ലാം വളരുകയല്ല, തളരുകയാണ്. എങ്ങനെ? കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള എക്സ് മുസ്ലിമിൻ്റെ പ്രചരണങ്ങൾ കൂടിക്കൊണ്ട്, അത് മാത്രമല്ല കാരണം, ഇൻ്റർനെറ്റിൻ്റെയും മറ്റും വരവോടുകൂടി തന്നെ വിവരാവകാശത്തിൻ്റെ സ്ഫോടനാത്മകമായ രീതി കൊണ്ട് എന്തും ആർക്കും മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇസ്ലാം തകരുകയാണ്, തളരുകയാണ്. അതുകൊണ്ടാണ് എക്സ് മുസ്ലിമിൻ്റെ വർത്തമാനം എന്ന പേരിൽ ഈ അണ്ണന്മാർ മൂന്നുപേരും ഒരുമിച്ചു ചേർന്നിരുന്ന് ഇസ്ലാമിനെ പുകഴ്ത്തുകയും യുക്തിവാദികളെ ഇകഴ്ത്തുകയും ചെയ്യുന്ന പരിപാടി അവതരിപ്പിച്ചത്. പക്ഷേ അതിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആണ്. അവരുടെ മറുപടിക്കായിട്ടും അവർ ഇതിലെന്നാ പറയാൻ പോകുന്നു എന്ന ആകാംക്ഷ കൊണ്ടും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ. അതായത് ഇസ്ലാം വളരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. പ്യൂ റിസർച്ച് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 6% പേർ എക്സ് മുസ്ലിംസ് ആണ്. അതിൽ 11% പേർ, അതായത് മൊത്തം മുസ്ലിം ജനസംഖ്യയിലെ 11% പേർ സംശയാലുക്കളാണ്. ഈ അള്ളാഹു എന്ന ദൈവത്തിൽ സംശയാലുക്കളാണ്.
അങ്ങനെ 17% ആളുകൾ മതത്തിന് പുറത്ത് നിൽക്കുമ്പോഴാണ്, പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്, ഇവർ പറയുന്നു ഇത് വളരുന്നു വളരുന്നു, പെറ്റുപെരുകൾ നിർത്തിയെങ്കിൽ വളർച്ച നിൽക്കും. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു മതത്തിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ള ഈ വർത്തമാനം ഉണ്ടല്ലോ, കളവ് പറയൽ മതത്തിൻ്റെ തനി സ്വഭാവമാണ്, അതിൻ്റെ അച്ചട്ടായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അവർ ഈ കളവുകൾ ഇവിടെ ശക്തമായി പ്രചരിപ്പിക്കുന്നത്. അതിൽ അവർ ഉന്നയിക്കുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങൾ ഒന്ന് രണ്ട് ഞാനിവിടെ പറയാം. അതിൽ പ്രധാനമായിട്ടും ശുക്കൂർ വരിക്കൂടൻ പറയുന്നത് ആയിഷയുടെ വിവാഹപ്രായവുമായിട്ടാണ്. അതിൽ അദ്ദേഹം യുക്തിവാദികളോട് ചോദിക്കുന്ന ഒരു $1 ബില്യൺ ചോദ്യം, ഇതിൽ ഈ വിവാഹപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുക്തിവാദികൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആധുനിക സമൂഹം എത്തിച്ചേരുന്ന സാംസ്കാരികമായ നിലപാടുകളാണ് യുക്തിവാദികളുടെയും നിലപാട്. വിവാഹപ്രായം 18 വയസ്സിന് മുകളിലായിരിക്കണം. പ്യൂബർട്ടി അതല്ല പ്രായപൂർത്തിയുടെ ലക്ഷണം. അത് ആധുനിക സമൂഹം അംഗീകരിക്കുന്നില്ല. ഇത് പറയാൻ കാരണം, ആയിഷയെ നബി വിവാഹം ചെയ്യുമ്പോൾ അവരുടെ പ്രായം 6, അല്ലെങ്കിൽ വലിച്ചു നീട്ടിയാൽ 7. പാവക്കുട്ടിയുമായി കളിക്കുന്ന വേളയിലാണ് 40 വയസ്സിന് മുകളിലുള്ള നബി 6 വയസ്സുകാരിയെ വിവാഹം ചെയ്യുന്ന ഈ മാതൃകാപരമായ നടപടി തങ്ങൾക്ക് അങ്ങേയറ്റം മനോവേദന ഉണ്ടാക്കുന്ന ഒന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാസിൽ അബ്ദുല്ലയും ശുക്കൂർ വരിക്കുടനും മറ്റൊരു സുഹൃത്തും ചേർന്ന് കാമം കരഞ്ഞു തീർത്തത്. പിന്നെ അബ്ദുല്ല ബാസിൽ പറയുന്ന മറ്റൊരു കാര്യം, അക്ബർ സാഹിബുമായിട്ടുള്ള സംവാദത്തിന് ശേഷം ജബ്ബാർ മാഷിൻ്റെ ക്രെഡിബിലിറ്റി ഇടിഞ്ഞുപോയി എന്നാണ്. ഈ ജബ്ബാർ മാഷോ മറ്റു എക്സ് മുസ്ലിംസോ പ്രചണ്ഡം നടത്തിയല്ല ഇസ്ലാം തകരുന്നത്. ഇസ്ലാം എന്തെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് തകരും. ആരൊക്കെ ഇത് ശരിക്ക് പഠിക്കാനും മനസ്സിലാക്കും തയ്യാറാകുമോ അവർക്കൊക്കെ ഈ മതം വിട്ടേ മതിയാകും. അതിൻ്റെ പ്രചോദനം, ഒരു പുഷ് മാത്രമാണ് എക്സ് മുസ്ലിംസ് ചെയ്യുന്നത്. സ്വമേധയാ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയുടെ ആക്കം കൂട്ടലാണ് എക്സ് മുസ്ലിംസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലാതെ ഞങ്ങളൊക്കെ പ്രചണ്ഡം നിർത്തിയിട്ട് ഇസ്ലാം തകരുന്നു, തകർത്ത് കളയാമെന്നൊരു വ്യാമോഹമൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. അതുകൊണ്ട് എത്തീസം തകരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് 6%, 11%. എത്തീസം തളരുകയല്ല, വളരുകയാണ്. അതും പെറ്റുപെരുകയല്ല വളരുന്നത്. അതാണ് വളരെ വ്യത്യാസം. മുസ്ലിങ്ങൾ വളരുന്നത് പെറ്റുപെരുകയാണ്, യുക്തിവാദം വളരുന്നത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടെന്നുള്ള സമൂലമായ വ്യത്യസ്തം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സംവാദശേഷം ജബ്ബാർ മാഷിൻ്റെ ക്രെഡിബിലിറ്റി അങ്ങേയറ്റം ഇടിഞ്ഞു എന്നാണ് വളരെ സങ്കടകരമായ രീതിയിൽ ജബ്ബാർ മാഷിനോട് അലിവ് തോന്നി ബാസിൽ അബ്ദുല്ല മൊഴിയുന്നത്. യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉള്ളപ്പോൾ ഞാൻ ജബ്ബാർ മാഷിൻ്റെയും അക്ബർ സാഹിബിൻ്റെയും ആ കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നേ വരെയുള്ള യൂട്യൂബ് വ്യൂവേഴ്സിൻ്റെ എണ്ണം എടുത്തു നോക്കി. രണ്ടുപേർക്കും കാര്യമായ ചോർച്ചയോ വളർച്ചയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സംവാദം കൊണ്ട് ജബ്ബാർ മാഷ് തകർച്ചയിലാണ് എന്ന് അവകാശപ്പെടുന്നത് ഒരു ആഗ്രഹ വർത്തമാനം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പക്ഷേ
ജബ്ബാർ മാഷിനോട് ഇത്രത്തോളം ദേഷ്യം വരാൻ കാരണങ്ങളിൽ ഒന്ന്, പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇപ്പോൾ ഖുർആനെ അതിൻ്റെ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിലും അർത്ഥം നൽകിക്കൊണ്ടും വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്, വിശ്വാസിക്കും അവിശ്വാസിക്കുമുണ്ട്. അതാണ് സാംസ്കാരിക രംഗത്തെ പ്രത്യേകമായ ഒരു കാര്യം. അപ്പോൾ ബാസിൽ ഇവിടെ കരയുന്നത് ഇയാൾ ആരാ ഖുർആന് വ്യാഖ്യാനങ്ങൾ നൽകാനായിട്ട്? ഖുർആനെ മനസ്സിലാക്കണമെങ്കിൽ തഫ്സീറുകൾ കൂടിയല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ തിരുമൊഴി. പക്ഷേ ഖുർആൻ പറയുന്നതോ സകലതും ഗണിശമായ രീതിയിൽ സ്വയം വെളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് ഖുർആനിൽ ഉള്ളത് എന്നാണ് ഖുർആന്റെ അവകാശവാദമെങ്കിൽ ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ആരാണ് കളവ് പറയുന്നത്? നിങ്ങളിത് ചെയ്യിക്കൂ. ഇനി ഷുക്കൂർ വരിക്കോടൻ പറയുന്ന ഒരു കാര്യം, അനിയന്ത്രിതമായി നബി വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. ഖുർആൻ നബിയുടെ വാക്കാണെങ്കിൽ ഇങ്ങനെ വരുമോ എന്നാണ് ഷുക്കൂർ വരിക്കോടൻ്റെ ഭൗതിക നിലവാരം ഉറപ്പിച്ചുകൊണ്ടുള്ള ചോദ്യമെങ്കിൽ അതിൽ ഷുക്കൂർ വരിക്കോടൻ്റെ വർത്തമാനം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം പറയുന്നത് സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് നിനക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും. അപ്പോൾ സ്വതന്ത്രകളല്ലാത്ത സ്ത്രീകളുണ്ടോ? ഉണ്ട്, അടിമകൾ. അവരെ നിരന്തരം നബി ഉപയോഗിച്ചിരുന്നു, അറബികൾ ഉപയോഗിച്ചിരുന്നു. സാംസ്കാരിക ഉന്നമനത്തിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ കുട ചൂടി നടക്കുന്നവരുടെ മനോഭാവമാണ് അടിമയാക്കി വെക്കുക, ഉപയോഗിക്കുക, എന്നിട്ട് സ്വതന്ത്ര സ്ത്രീയെ വേണ്ടാന്ന് വെക്കുക. എപ്പോഴാ വേണ്ടാന്ന് വെച്ചത്? 40-ാമത്തെ വയസ്സിന് ശേഷം ഈ കലാപരിപാടി തുടങ്ങിയ നബിക്ക് ഇത് വേണ്ട എന്ന് വെക്കുമ്പോൾ 13 ഭാര്യമാർ, എല്ലാ പ്രായത്തിലും പെട്ട 13 ഭാര്യമാർ, അതായത് എല്ലാ ചരക്കിലും നല്ല ചരക്കുകൾ അങ്ങനെ നിരത്തി, ചരക്ക് അതാണല്ലോ സാംസ്കാരിക വർത്തമാനം അവരുടെ ഭാഷയിൽ. എന്നിട്ടാണ് പറയുന്നത് ഇനി എനിക്ക് വേണ്ട, വേണ്ടെങ്കിലും വേണം. അത് മറ്റേ ഏത്? അടിമ, വലങ്കൈ ഉടമയാക്കിയവർ. ഇനി അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ അങ്ങോട്ട് ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് സൂറത്തുൽ അഹ്സാബ്. ഇത് നബിയുടെ സ്വകാര്യത്തിനു വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ആയത്തുകളാണ്. ഇറക്കിയതൊന്നുമല്ല, തള്ളിയതാണ് ഖുർആൻ, ഇറക്കിയതല്ല. എന്താ അതിൽ പറയുന്നത്? പ്രവാചക പത്നിമാരെ 33-ാമത്തെ സൂറത്തുൽ അഹ്സാബിൽ 30-ാമത്തെ ആയത്ത്, പ്രവാചക പത്നിമാരെ നിങ്ങളിൽ ആരെങ്കിലും ജക്തമായ വല്ല നീചകർമ്മവും ചെയ്യുന്ന പക്ഷം അവർക്ക് ഇരട്ടി ശിക്ഷ നൽകപ്പെടും. അതായത് പ്രവാചക പത്നിമാർ 1400 വർഷത്തിന് ശേഷവും ജീവിക്കുകയാണെങ്കിൽ ഈ ആയത്തിന് കലിക പ്രസക്തിയുണ്ട്. നബിക്ക് തന്നെ 65-ാമത്തെ വയസ്സിൽ മരിക്കേണ്ടി വന്നു, പനി പിടിച്ചു. അപ്പം ഇതിനും ഇന്നത്തെ കാലഘട്ടത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി വ്യാഖ്യാനിക്കാം എങ്ങനെ? മുസ്ലിം സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് എന്ന്. മുസ്ലിം സ്ത്രീകളെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പോരെ? നബി ഭാര്യമാരെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും നബി ഭാര്യമാരും ഉൾപ്പെടും എന്നിരിക്കെ, അപ്പം സ്വന്തത്തിനു വേണ്ടിയിട്ട് നബിയാൽ ചമയ്ക്കപ്പെട്ട തള്ളുകളാണ് ഖുർആൻ എന്നതിൻ്റെ ശക്തമായ തെളിവാണ് 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ എന്തെങ്കിലും ആയത്ത് നിങ്ങൾക്ക് പറയാനുണ്ടോ ഷുക്കൂറേ, ബാസിലേ? എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ യൂട്യൂബിലൂടെ ഞാനും മറുപടി പറയാൻ തയ്യാറാണ്.
പിന്നെ വളരെ രസാവഹമായ ഒരു കാര്യം, അബ്ദുല്ല ബാസിൽ തള്ളിയത് ഖുർആൻ പലർക്കും പോസിറ്റീവ് ഊർജം നൽകുന്നതാണ് എന്നാണ്. മുസ്ലിങ്ങളിലെ 99% പേർക്കും ഖുർആൻ എന്തെന്നറിയില്ല. യാസീനൊക്കെ ഓതും, മരിച്ച വീട്ടിലൊക്കെ യാസീൻ ഓതും. ഒരുത്തനും അതിൻ്റെ അർത്ഥം അറിയില്ല. സ്വന്തം പേരിൻ്റെ അർത്ഥം തന്നെ അറിയാത്തവരാണ് ഒരുപാട് പേർ. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ആർക്കും അറിയില്ല. അതൊരു കുറ്റവുമല്ല. അങ്ങനെയാണ് മതത്തെക്കുറിച്ച ജ്ഞാനമെങ്കിൽ ഇത് പലർക്കും ഊർജം നൽകുന്നു എന്ന തള്ളുണ്ടല്ലോ, അത് വല്ലാത്ത ഒരു തള്ളാണ് ബാസിലെ. ഊർജം നൽകുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ജിഹാദികളായ സമാധാന അങ്ങേയറ്റം നശിപ്പിക്കുന്ന മിലിറ്റൻ്റായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് ഊർജം നൽകുന്നുണ്ട്. നിങ്ങളെപ്പോലെ പ്രശസ്തിക്ക് വേണ്ടി മതത്തെ മുറുകെ പിടിച്ച് പ്രചരിപ്പിക്കുന്നവർക്കും ഇത് ഊർജം നൽകുന്നു എന്നല്ലാതെ സാധാരണക്കാർക്ക് ഇതിൽ നെഹി കാര്യം എന്നാണ് എനിക്ക് മൊഴിയാനുള്ളത്. പിന്നെ യുക്തിവാദികളെന്നല്ല, ഖുർആനെ വിമർശിക്കുന്ന സർവ്വ ആളുകളും പറയുന്ന കാര്യമാണ് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഖുർആന്റെ പരാമർശം. അത് ജബ്ബാർ മാഷ് കളവ് പറയുന്നു, തെറ്റായി പറയുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് ഈ കക്ഷികൾ കൂട്ടമായി ചേർന്നിരുന്ന് ജബ്ബാർ മാഷിനെ വിമർശിക്കുന്നത്. 78-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭൂമി വിരിപ്പാക്കി തന്നിരിക്കുന്നു എന്നാണ്. അതിന് ഷുക്കൂർ വരിക്കോടൻ്റെ സ്വവ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചാൽ, ഉരുണ്ട വസ്തുവിൻ്റെ മേൽഭാഗം പരന്നതായിരിക്കും എന്നാണ്. ഷുക്കൂറെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പറയുമ്പോൾ മുകൾ ഭാഗം ഉരുണ്ടിരിക്കും എന്ന് പറയുകയല്ലേ വേണ്ട. ഇത് മൊത്തത്തിൽ ഉരുണ്ടിരിക്കുന്നു, ഇത് കറങ്ങുന്നു, എപ്പർസിബോ എന്ന് പറയേണ്ടിയിരുന്നു. അത് പറയാത്തിടത്തോളം കാലം ഇനി വരുന്ന ആളുകളും ഈ ചോദ്യം നിങ്ങൾ എത്ര വിലപിച്ചാലും ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് വലിയ ഒരു പോരായ്മയാണ്. എല്ലാം അറിയുന്ന തമ്പുരാന്, സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടകർത്താവിന്, എല്ലാത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് മനുഷ്യൻ അധിവസിക്കുന്ന നിസ്സാരമായ ഈ ഭൂമിയുടെ ആകൃതി ഖുർആനിലൂടെ പറയാനായിട്ടില്ലെങ്കിൽ അപഹാസ്യം, അറിവില്ലായ്മ, അതിനെ വെള്ളപൂശാൻ നടക്കുന്നത് തെറ്റാണ്. ഇനി ജബ്ബാർ മാഷിനോടുള്ള ഒരു വലിയ വിമർശനം എന്തെന്ന് പറഞ്ഞാൽ, ഇക്കാര്യത്തിൽ അദ്ദേഹം തഫ്സീർ സ്വീകരിച്ചിട്ടുണ്ട്. അതേതാണ്? ജലൈലാനി തഫ്സീറാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിൽ പറയുന്നത് ഭൂമിയെ നാം നിങ്ങൾക്ക് പരത്തി തന്നിരിക്കുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ ജലൈലാനി തഫ്സീറിൽ എഴുതി വെച്ചു. ഇതിന് ഘടകവിരുദ്ധമായി വളച്ചൊടിച്ചു വ്യാഖ്യാനിച്ച ഉരുട്ടിയ ഒരു വ്യാഖ്യാനമാണ് ഇമാം റാസിയുടെ. അത് നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല എന്നാണ് ഇവർ രണ്ടുപേരും ജബ്ബാർ മാഷിനോട് ചോദിക്കുന്നത്. മനസ്സില്ല. കാരണം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളും ഇതപര്യന്തമുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കിതാബുകളും നിങ്ങൾ പരിശോധിച്ചാൽ അത് ഈ അടുത്ത കാലത്തായിട്ട് ഉരുട്ടി എടുക്കുന്നതല്ലാതെ അത് പരത്തി തന്നെയാണ് എല്ലാ പേരും പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നിങ്ങളുടെ ഈ വർത്തമാനങ്ങൾക്ക്, ഞാൻ ഈ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ അതിയായ താല്പര്യമുണ്ട്. അതിന് വീണ്ടും മറുപടി പറയാൻ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ തയ്യാറാവില്ല. കാരണം മറുപടി ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ജബ്ബാർ മാഷിൻ്റെയും ഇസ്ലാം വിമർശകരുടെയും പ്രധാനമായ ഒരു കാര്യമാണ്, അവരുന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇസ്ലാമിസ്റ്റുകളിൽ മുസ്ലിങ്ങൾ ശാസ്ത്രത്തിന് സംഭാവന ചെയ്തിട്ടില്ല. വസ്തുതാപരമായ കാര്യമാണ്.
പ്രൊവൈഡഡ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഒഴിച്ച് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഇത് വെച്ച് മുസ്ലിങ്ങൾ ശാസ്ത്രത്തിൽ ഒരുപാട് പുരോഗതി വരുത്തി എന്ന് ഇസ്ലാമിസ്റ്റുകൾ അവകാശപ്പെടാറുണ്ട്. മുസ്ലിങ്ങൾക്ക് ബുദ്ധിയും കഴിവും ചിന്താശേഷിയും അന്യമൊന്നുമല്ല. മറ്റു മനുഷ്യർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കണ്ടെത്താനും വിവേചനപരമായി പെരുമാറാനും കഴിവുണ്ടെങ്കിൽ അത് മുസ്ലിമിനുമുണ്ട്. മുസ്ലിം വ്യത്യസ്തനല്ല. പിന്നെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് നമ്മൾ പറയുന്നു? അതിന് പഠിക്കേണ്ടത് ഇവർ മറുപടി പറയുന്ന ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് തന്നെയാണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ഏകദേശം 16-ാം നൂറ്റാണ്ടോ 13-ാം നൂറ്റാണ്ടോ ഉൾപ്പെടെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ അബ്ബാസിദ് കാലഘട്ടത്തിൽ ഭരണാധികാരികൾ ഉൾപ്പെടെ മതത്തിൻ്റെ പിടി ഒന്ന് അയച്ചു. ഗ്രീക്കിലും ഇന്ത്യയിലുമുള്ള തത്വജ്ഞാനികളുടേതായ സൃഷ്ടികളെയൊക്കെ പഠിക്കാനും അതിന്മേൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും അന്നത്തെ ആളുകൾ വിലക്കുകൾ നീങ്ങിയപ്പോൾ തയ്യാറായി. അതുകൊണ്ട് അവിസീന ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ശാസ്ത്രത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമായിരിക്കും. നീക്കേണ്ടത് മതത്തിൻ്റെ വിലക്കാണ്. അതിൻ്റെ തെളിവാണ്. നിങ്ങളൊന്നു അടിച്ചു നോക്കൂ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൂയിനിങ് ഓഫ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ്? ഒരു മഹാപണ്ഡിതൻ്റെ മഹാമനുഷ്യയുടെ പേര് വരും. അത് ഗസാലി എന്നാണ്. ഇമാം ഗസാലി പണ്ഡിതൻ. അദ്ദേഹം ചെയ്തത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ വിവേചനപരമായ ശാസ്ത്രത്തെ പുൽകിയുള്ള ഈ കണ്ടെത്തലുകളെ നിർത്താൻ വേണ്ടി അദ്ദേഹം എടുത്ത വാളാണ് മതം എന്ന വാൾ. ഇത്തരത്തിൽ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ നിങ്ങൾക്ക് അവകാശമില്ല. മതം തിരിച്ചു വരട്ടെ എന്ന് പറയും. മതം തിരിച്ചു വന്നു. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അവിടെ വെച്ച് അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു കശ്മലൻ ഇമാം ഗസാലി വരുത്തി വെച്ച വിനയാണ്. ഗസാലി എന്ന ഇസ്ലാം ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ഇടപെട്ടപ്പോൾ ഗോൾഡൻ ഏജ് അസ്തമിച്ചുവെങ്കിൽ അതിൻ്റെ തെളിവെന്താണ്? മുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ പിടി അയഞ്ഞാൽ അതിൻ്റെ തെളിവാണ് സൗദി അറേബ്യ. ഇന്നവിടെ 19% പേർ മുസ്ലിങ്ങളല്ല. ഈ പിടിമുറുക്കം അയയുന്ന എല്ലാ ഭാഗത്തും ശക്തമായ രീതിയിൽ മനുഷ്യർ എന്ന നിലയ്ക്ക് അവർ തനത് സ്വഭാവം കാണിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് മരുകു തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. തർക്കത്തിനുണ്ടോ? നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഇനി ദത്തുപുത്രൻ്റെ കാര്യത്തിൽ ജബ്ബാർ മാഷ് അങ്ങേയറ്റം വളച്ചൊടിക്കൽ നടത്തുന്നു, കളവ് പറയുന്നു, ഇസ്ലാമിനെ താറടിക്കുന്നു എന്നാണ് ഷുക്കൂർ വരിക്കോടൻ്റെ പരിതാപകരമായ കരച്ചിൽ. ഈ ഞങ്ങളൊന്നും പറയുന്നില്ലെന്നേ. ഞങ്ങൾ കയ്യിൽ നിന്ന് ഒന്നുമിട്ട് ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് പോലെ കള്ളക്കഥകൾ പറയുന്നില്ല. കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചരിത്രരേഖകളെയും പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനത്തിൽ എത്തുന്നത്. 33-ാമത്തെ സൂറത്തിൽ അഹ്സാബ് എന്ന വിവാദ ആ ഒരു അധ്യായത്തിൽ 37-ാമത്തെ വാക്കായിട്ട് അള്ളാഹു പറയുന്നു, നാം അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന്. അതായത് നബിയുടെ ആഗ്രഹം നബി പൂർത്തീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മേൽ ചാരിക്കൊണ്ട്. ഇതു തന്നെ സത്യം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. വളർത്തുമകൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി പല വഴിഞ്ഞ വഴികളും സ്വീകരിച്ചുകൊണ്ട് അവളെ അവസാനം അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ. സൈനബ് പറയുമായിരുന്നു മറ്റു നബിയുടെ ഭാര്യമാരോട്, നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്തത് നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ എന്നെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തത് അള്ളാഹു ആണെന്നാണ്. അപ്പം അള്ളാഹുവിന് എന്തറിയാം,
വിവാഹം ചെയ്തു കൊടുക്കാൻ അറിയാമെങ്കിൽ ഇതൊക്കെ ചരിത്ര വസ്തുതകളെ അപ്പടിക്ക് തന്നെ പഠിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കലില്ലാതെ കളവുകളില്ലാതെ വാസ്തവം പറയുന്ന ഞങ്ങളോട് ഇങ്ങനെ മെക്കിട്ട് കയറേണ്ട കാര്യമില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ പറയാനുള്ള അവസരം ഇതാ തുറന്നിരിക്കപ്പെട്ടിരിക്കുകയാണ്. വരൂ, നമുക്കൊന്ന് സംസാരിക്കാം. ആരാണ് കള്ളം പറയുന്നത്? ആരാണ് സത്യം പറയുന്നത്? ആരാണ് തകരുന്നത്? ആരാണ് വളരുന്നത്? ഈ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണം എന്താണ്? പറയൂ ബാസിലെ ശുക്കൂർ വരിക്കൂടൻ. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.